കോവിഡ് മരണത്തിലെ നഷ്ടപരിഹാരത്തിന് അപേക്ഷകൾ കുറഞ്ഞതിന് കേരളത്തിന് സുപ്രീം കോടതിയുടെ വിമർശനം. 50,000-ഓളം പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. എന്നാൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചത് 27,274 പേർ മാത്രമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ടതിനേക്കാൾ 9 ഇരട്ടി വരെ അധികമാണ് യഥാർത്ഥ കോവിഡ് മരണമെന്നാണ് സൂചന. നഷ്ടപരിഹാരത്തിനായി സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയ കണക്കും നേരത്തെ പുറത്തുവിട്ട കണക്കും തമ്മിലാണ് വലിയ അന്തരം. വിവരങ്ങളുമായി KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, പ്രധാനമായും കേരളത്തോട് സുപ്രീം കോടതി എന്താണ് ചോദിച്ചത്? കിരൺ, നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തത് സുപ്രീം കോടതിയിൽ വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അതിന് നൽകിയ നഷ്ടപരിഹാര തുക എന്നിവയുടെ വിശദാംശങ്ങളായിരുന്നു. അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന ഒന്നുകൂടിയാണ് കേരളത്തിന് നേരെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ വിമർശനം. നേരത്തെ കേരളം ഈ മരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കുറച്ചു കാണിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ചായിരുന്നു അത് ഉയർത്തിക്കാണിച്ചത്. അത് പ്രകാരം മാനദണ്ഡങ്ങൾ മാറ്റി മരണസംഖ്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പിന്നീട് സുപ്രീം കോടതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ നൽകുകയുണ്ടായി. അതിനുശേഷവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ നഷ്ടപരിഹാരം നൽകുന്നതിലടക്കം കേരളത്തിൽ വലിയ അലംഭാവമാണ് നടക്കുന്നത് എന്ന തരത്തിൽ കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും കോടതിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് നേരെ വിമർശനം ഉയരുകയാണ്. പ്രത്യേകിച്ച് മരണസംഖ്യയിൽ വർധനവ്, അതായത് 49,300 പേർ മരിച്ചിരിക്കുന്നു എന്നാണ് ജനുവരി 10 വരെയുള്ള കണക്കുകൾ ആണ് ഇത്. ഈ 49,300 പേർ മരിച്ചപ്പോൾ 27,247 അപേക്ഷകളാണ് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ മരിച്ചിട്ടും ഈ അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നത് എന്ന വിമർശനമാണ് സുപ്രീം കോടതി കേരളത്തോട് ചോദിച്ചത്. അതായത് കൃത്യമായ ഒരു സംവിധാനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നില്ലേ? സുപ്രീം കോടതി തന്നെ ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ തലത്തിലടക്കം ഒരു പാനൽ രൂപീകരിക്കുകയും ആ പാനലിൽ അപേക്ഷ നൽകുന്നവരുടെ അപേക്ഷകളിൽ എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിച്ച് 50,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പ്രോപ്പറായ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അന്തരം, അതായത് മരണസംഖ്യ 49,300, അപേക്ഷകർ 27,274, എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ അന്തരം നിലനിൽക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ചോദിച്ചത്. മറ്റ് പല സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ നേരത്തെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ 10,000 പേർ ആണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ആകെ കിട്ടിയ അപേക്ഷകൾ 89,000 അവിടെ നഷ്ടപരിഹാരം നൽകിയത് 58,847 പേരാണ്. ആകെ മരണസംഖ്യയിൽ അവർ അറിയിച്ചതിനേക്കാൾ വളരെ കൂടുതൽ പേരാണ് യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം നടക്കം മേടിച്ചത്. മരണക്കണക്കിൽ വലിയ തിരിമറിയാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ പക്ഷേ മരണക്കണക്കിൽ കേരളം നൽകിയ കണക്കിനേക്കാൾ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇങ്ങനെ അപേക്ഷ നൽകിയിട്ടുള്ളൂ. അതാണോ അതിൻ്റെ ഒരു വ്യത്യാസം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്? തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിലെ വിശദാംശങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 10,000-ന് മുകളിൽ 10,094 പേർ മരിച്ചു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക്. അവിടെ ലഭിച്ചിട്ടുള്ള അപേക്ഷ എന്നത് 89,633 ഇതുവരെ നഷ്ടപരിഹാരം നൽകിയത് 58,841. വളരെ വൈരുദ്ധ്യം നിറയുന്ന ഒരു കണക്കാണിത്. 10,000 പേർ മരിച്ച ഒരു സംസ്ഥാനത്ത് 58,000 ആളുകൾക്ക് നഷ്ടപരിഹാരം മരണത്തിന്റെ പേര് നൽകിയിരിക്കുന്നു. പക്ഷെ അവിടെ കിരൺ ബാബു, നമുക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടത്, ഈ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്ന കണക്കുകൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കുമ്പോൾ മരിക്കുന്നവരുടെ കണക്കുകളാണ്. സുപ്രീം കോടതി എന്നാൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയിരുന്നു. കോവിഡ് ബാധിച്ച ഒരാൾ 30 ദിവസത്തിനകം ആത്മഹത്യ ചെയ്താൽ പോലും, ആ കോവിഡ് ബാധിതനായ ആൾ സുഖം പ്രാപിച്ച ശേഷം 30 ദിവസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്താൽ പോലും അത് ഈ മരണത്തിന്റെ കണക്കിലേക്ക് ഉൾപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള ചില ശുപാർശകൾ ഒരു ഉദാഹരണമായി ഞാൻ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. സ്വാഭാവികമായും ഇത്തരം കണക്കുകൾ പലപ്പോഴും സംസ്ഥാന സർക്കാരുകൾ പുറത്തുവിടാറില്ല. ചികിത്സയിലിരിക്കെ മരിക്കുന്നവരുടെ കണക്കുകൾ ആണ് സംസ്ഥാന സർക്കാരുകൾ പുറത്തുവിടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു അന്തരം നിലനിൽക്കുന്നത് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കോടതി നിർദ്ദേശിച്ച കണക്ക് പ്രകാരമുള്ള മരണം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. അത് മറച്ചുവെക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ചവർക്ക് നിരവധി പോസ്റ്റ് കോവിഡ് ഇഷ്യൂസ് ഉണ്ട്, മാനസിക സമ്മർദ്ദമുണ്ട്, പലരും ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും അത് സംസ്ഥാനങ്ങൾ നൽകിയ കോവിഡ് മരണക്കണക്കുകളിൽ വലിയ വ്യത്യാസമുണ്ട്. പലതരത്തിലാണ് ഇത്തരം വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുക തന്നെയാണ് സുപ്രീം കോടതി. പല സംസ്ഥാനങ്ങളും നൽകിയ കണക്ക് ആകെ ഉള്ള മരണക്കണക്കിൻ്റെ എത്രയോ യഥാർത്ഥ കണക്കിനേക്കാൾ വളരെ കുറഞ്ഞ കണക്ക് മാത്രമാണ് പല സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രിസഭാ യോഗം. രോഗവ്യാപനം അതിരൂക്ഷമാണെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. നിയന്ത്രണങ്ങൾ നാളത്തെ അവലോകന യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടു.
ആശുപത്രികൾ സജ്ജമാണെന്നും രണ്ടാം തരംഗത്തെ അപേക്ഷിച്ച് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം കുറവാണെന്നും യോഗം വിലയിരുത്തി. പരിശോധനയ്ക്കെത്തുന്നവരിൽ 1/3 വീതം രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, സംസ്ഥാനം അടച്ചുപൂട്ടാതെ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോവുക, ഈ വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. എന്തെല്ലാം വിഷയങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്? സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാളത്തെ അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുകയും ചെയ്യും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തൽ. ഓരോ ജില്ലയിലെ സാഹചര്യങ്ങളും സംസ്ഥാനത്തിന്റെ പൊതുവായ ചിത്രവും അടക്കമുള്ള വിശകലനം ഇന്നത്തെ യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. നാളത്തെ യോഗത്തിൽ വിദഗ്ധരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും നിയന്ത്രണം എന്നതിലേക്ക് വരിക. കിരൺ സൂചിപ്പിച്ച പോലെ സംസ്ഥാനം പൂർണ്ണമായി അടച്ചിടാതെ എങ്ങനെ ആൾക്കൂട്ടം ഒഴിവാക്കാം, എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരാം എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. ഇത് സംബന്ധിച്ച് പല സാധ്യതകളാണ് സർക്കാർ തേടുന്നത്. അതിലൊന്ന് ഓഫീസുകളിലെ ഹാജർ നില കുറയ്ക്കുക. അങ്ങനെയെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് അടക്കമിറങ്ങുന്ന ആളുകളുടെ അളവിൽ കുറവുണ്ടാകും. മറ്റൊന്ന് പൊതുഗതാഗത സംവിധാനത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയെങ്കിലും തിരക്കിൽ മറ്റൊരു സാധ്യതയുണ്ട്, കുറയ്ക്കാൻ സാധ്യതയുണ്ട്. വലിയ മാളുകൾ പോലെ ആൾക്കൂട്ടമുണ്ടാകുന്ന മറ്റിടങ്ങളിലും കടുത്ത നിയന്ത്രണം കൊണ്ടുവരിക. ഈ തരത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള പുതിയ ചില നിർദ്ദേശങ്ങളായിരിക്കാം സർക്കാർ പരിഗണിക്കുന്നത്. നാളത്തെ അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. എന്തായാലും സംസ്ഥാനത്തെ സ്ഥിതി ആശങ്കാജനകമാണെന്ന് തന്നെ മന്ത്രിസഭാ യോഗം വിലയിരുത്തി. എന്നാൽ ചികിത്സാ സംവിധാനങ്ങൾക്ക് പ്രതിസന്ധിയില്ല. ICU ബെഡുകളുടെ ലഭ്യത ഇപ്പോഴുമുണ്ട്. അത് നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിദേശത്തായിരുന്നിട്ട് കൂടി അദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.